വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷത്തെ വെട്ടിനിരത്തി ബി.ജെ.പി. പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിമാരിൽ എം.ടി. രമേശിനെ മാത്രമാണ് നിലനിർത്തിയത്. അവഗണന നേരിട്ടുവെന്ന ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറിയാക്കി. മുൻ ഡി.ജി.പി. ആർ. ശ്രീലേഖ, ഷോൺ ജോർജ് തുടങ്ങി 10 വൈസ് പ്രസിഡന്റുമാരാണ് പുതിയ കമ്മിറ്റിയിലുള്ളത്. പട്ടികയ്ക്ക് പിന്നാലെ ബി.ജെ.പിയിൽ തർക്കം തുടങ്ങി. പ്രസാദ് ഉടുമ്പശ്ശേരി നൽകും വിവരങ്ങൾ. പ്രസാദ്, പട്ടിക വരുന്നു, പിന്നാലെ ആഭ്യന്തര കലഹം തുടങ്ങിയിരിക്കുന്നു. ആർക്കൊക്കെയാണ് അതൃപ്തി, ആർക്കൊക്കെയാണ് തൃപ്തി? ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തുവന്നത് പൂർണ്ണമായും കെ സുരേന്ദ്രൻ മുരളീധര പക്ഷത്തെ അവഗണിച്ചുകൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ആരോപണം. എന്തായാലും പുതിയ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെ 35 അംഗ ഭാരവാഹി പട്ടികയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ജനറൽ സെക്രട്ടറിമാരിൽ കഴിഞ്ഞ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിമാരിൽ എം.ടി. രമേശ് മാത്രമാണ് തുടരുന്നത്. പുതിയതായി ശോഭാ സുരേന്ദ്രൻ, അതോടൊപ്പം എസ്. സുരേഷ്, അനൂപ് ആന്റണി ജോസഫ് എന്നിവരാണ് മറ്റ് ജനറൽ സെക്രട്ടറിമാർ. 10 വൈസ് പ്രസിഡന്റുമാരിൽ നേരത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കൃഷ്ണകുമാർ, അതോടൊപ്പം തന്നെ സുധീർ, ഇവർ രണ്ടുപേരും സുരേന്ദ്രപക്ഷത്തുള്ള ആളുകളാണ്. അവർ വൈസ് പ്രസിഡന്റുമാരായി മാറി. സെക്രട്ടറിമാരിലും അതോടൊപ്പം തന്നെ മറ്റ് കമ്മിറ്റി അംഗങ്ങളിലും സുരേന്ദ്രപക്ഷത്തെയും മുരളീധരപക്ഷത്തെയും പൂർണ്ണമായും വെട്ടിനിരത്തി എന്നുള്ള ആരോപണം തന്നെയാണ് ഉയരുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിന് തന്നെ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ഈ രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷം സുരേന്ദ്രനും മുരളീധരനും കടുത്ത അവഗണന നേരിടുന്നു എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമായി വന്നത്, പരാതിയായി വന്നിട്ടുള്ളത്. കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് ഉൾപ്പെടെ ഇവരെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ജില്ലയിൽ നടന്ന ബി.ജെ.പിയുടെ 30 സംഘടനാ ജില്ലകളിൽ നടന്ന അവലോകന യോഗങ്ങളിലും ഒരു തരത്തിലുള്ള പരിഗണനയും ഇവർക്ക് നൽകുകയും ചെയ്തിരുന്നില്ല. അതിന് പിന്നാലെയാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തു വന്നിട്ടുള്ളത്. അതിനകത്തും കടുത്ത അവഗണന തന്നെ വരുന്നു എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ 10 അംഗ വൈസ് പ്രസിഡന്റുമാരിൽ 2 പേർ മാത്രമാണ് സുരേന്ദ്രപക്ഷത്തുള്ളത്, സി കൃഷ്ണകുമാറും സുധീറും. അതോടൊപ്പം തന്നെ സെക്രട്ടറിമാരിൽ വി രാജേഷ് മാത്രമാണുള്ളത്. 35 ഭാരവാഹികളിൽ ആകെ 4 പേർ മാത്രമാണ് ഈ പക്ഷത്തുള്ളത്. ബാക്കിയെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖർ താല്പര്യപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ആളുകളാണ്. ഇത് തന്നെയാണ് വലിയ അമർഷത്തിന് കാരണമായി മാറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ അമർഷങ്ങളുടെ ഒരു പൊട്ടിത്തെറിയുടെ തുടക്കം എന്ന് തന്നെ പറയാം. മീഡിയ പാനലിസ്റ്റിൽ നിന്നും മുൻ സംസ്ഥാന വക്താവായ PR ശങ്കരൻ, അദ്ദേഹം സ്വയം ലെഫ്റ്റ് അടിച്ച് സ്വയം ഒഴിവായി എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും പരാതികളുമെല്ലാം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ തോതിൽ സുരേന്ദ്രപക്ഷവും മുരളീധരപക്ഷവും എല്ലാം തന്നെ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ്. അവരെ പൂർണ്ണമായും വെട്ടിനിരത്തി എന്നുള്ളതാണ് പുതിയ നേതൃത്വത്തിന്റെ വെല്ലുവിളി. എന്തായാലും ഈ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അമർഷവും അല്ലെങ്കിൽ എതിർ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകളുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് പുതിയ നേതൃത്വത്തിന്റെ വെല്ലുവിളി. എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് സുരേന്ദ്ര മുരളീധര പക്ഷത്തെ പൂർണ്ണമായും വെട്ടിനിരത്തിക്കൊണ്ട് പുതിയ നേതൃത്വത്തിന് പ്രവർത്തിക്കാനാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും ഈ പ്രശ്നങ്ങൾ ഏത് രീതിയിലെല്ലാം തന്നെ പോകും. കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരേന്ദ്രപക്ഷം ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്.